മേഡം സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് വിഷ്ണുവും ശാരികയും ഡിവൈഎസ്പിയോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഡിവൈഎസ്പിയോട് പറയുകയാണ് രാജീവണ്ണൻ തൻ്റെ മുഖത്ത് അടിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഞാൻ, അതാണ് എൻ്റെ ദേഷ്യത്തിന് കാരണം എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ വേണ്ട ഞാൻ ചെയ്യാൻ ധൈര്യമായിട്ടിരിക്കെ എനിക്കൊരു പരാതി എഴുതിത്താ രാജീവിനെതിരെ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ കുഴപ്പമാകും, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രാജീവിനെതിരെയും കൂടുതൽ അകലുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ രാജീവത്തിൽ നിന്നും തിരിച്ച് ശാരികയുടെ അടുത്തേക്ക് തന്നെ വന്നാൽ പോലെ രാജത്തിലേക്ക് ഇനി താമസം മാറുമെന്ന് വിളിച്ച് പേടിക്കേണ്ട, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം, ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് ശാരികയ്ക്ക് ആശ്വാസമാണ്. ശാരിക ഒപ്പം പറയുകയാണ് അത് മാത്രം പോരാ, എനിക്ക് തുളസിയുടെ കാര്യത്തിൽ തീരുമാനമാകണം, തുളസിയെ എത്രയും പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യണം, അത് യാതൊരു തെളിവുകളും എനിക്കെതിരെ ഉണ്ടാവാൻ പാടില്ല, അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ രണ്ടും ഏൽക്കുകയാണ് ഡിവൈഎസ്പി. അതിനുശേഷം കാണിക്കുന്നത് കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ജയേട്ടനെ കാണിക്കുകയാണ്. അതായത് രാജീവത്തിലിരുന്ന് ജയേട്ടൻ നല്ല രീതിയിൽ ടെൻഷൻ ആവുകയാണ്. അതായത് ഗരുഡൻ എന്ന ഗുണ്ട ശാരികയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് ഗീതയെടുത്ത് വരികയാണ്. എന്താ ജയേട്ട ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു. ബിസിനസ് കാര്യമാണോ എന്ന് പറയുമ്പോൾ അത്രയും നിസ്സാര കാര്യത്തിൽ ഞാൻ ടെൻഷൻ അടിക്കില്ല, നിനക്ക് അറിയില്ല ഇത് അതൊന്നുമല്ല എന്ന് പറയുമ്പോൾ കൂടുതൽ നിർബന്ധിക്കുമ്പോൾ കാര്യം പറയുകയാണ്. അതായത് ഞാൻ അമ്മയുടെ അഭിപ്രായ പ്രകാരം ശാരികയെ ഇല്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ കൊണ്ടേ കാണാൻ ചെന്നിരുന്നു എന്നൊക്കെ എന്തിനാ അമ്മ പറയുന്നത് കേട്ടിട്ട് ഓരോന്നൊക്കെ എടുത്ത് ചാടി പോകുന്നത്, ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നില്ല, എന്നെയും മോളെയും കുറിച്ച് ഓർക്കുന്നില്ലേ എന്നൊക്കെ പറയുകയാണ്. എനിക്കതിനെക്കുറിച്ചൊക്കെ നല്ല ചിന്തയുണ്ട് ഗീതയെ, ഞാൻ എന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗരുഡൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ശാരികയെക്കുറിച്ച് ഗരുഡൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗീതയോട് പറയുമ്പോൾ ഗീതയോട് ഞെട്ടുകയാണ്. ഇതിനൊന്നും ഇറങ്ങി തിരിക്കേണ്ട, നമുക്ക് ആവശ്യമില്ലാത്ത വയ്യാവേലിയൊന്നും തള്ളയിലെടുത്ത് വെക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി നമ്മുടെ കുടുംബത്തിനും രാജ്യക്കും എല്ലാം സമാധാനത്തോടുകൂടി ഇനിയെങ്കിലും ജീവിക്കണമെങ്കിൽ ശാരികയെ ഇല്ലാതാക്കിയേ സമാധാനമാവുകയുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ ഗീതയെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. രണ്ട് ഓപ്ഷനാണുള്ളത്, ഒന്നെങ്കിൽ നമ്മളിതെല്ലാം മറന്നിട്ട് ഈ നാടും വീടൊക്കെ ഉപേക്ഷിച്ച് വേറെ നാട്ടിൽ പോയിട്ട് താമസിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ശാരി എന്ന സർപ്പത്തെ നമ്മൾ തന്നെ വെട്ടി വീഴ്ത്തണം, അല്ലാതെ വേറെ നിവർത്തിയില്ലാന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ശേഷം രാജീവത്തിലേക്ക് കാർ ഓടിച്ച് പോകുന്ന രാജീവനെയാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് കാർ നിർത്തിയിട്ട് രാജീവൻ അതായത് ശാരികയെ അടിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അതായത് തൻ്റെ രാഗിക്കെതിരെ അവൾ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ രാഗിയെ വിളിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയുണ്ട് അവിടെ, ഞാൻ അങ്ങോട്ട് വരികയാണെന്നൊക്കെ പറയുമ്പോൾ കുട്ടികളായിട്ട് സംസാരിക്കുന്നു. കുട്ടികൾ എന്താണ് അച്ഛൻ ഇങ്ങോട്ട് വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ മക്കളെ അമ്മയ്ക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് രാഗിയായിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കുക, ഞാനിവിടെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്, ശാരികയ്ക്കെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു, പക്ഷേ എന്തായാലും ഞാൻ അങ്ങോട്ട് തന്നെ വരികയാണ്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഇനി മുതൽ ഞാൻ നിങ്ങളുടെ രാജ്യത്തിലുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷമാവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ രാജീവൻ രാജ്യത്തിലേക്ക് പോകാനായിട്ട് കാറിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം തന്നെ വിഷ്ണു എന്ന ഗുണ്ട വേറെ ഒരാളെ ഏൽപ്പിക്കുകയാണ്, അതായത് തുളസിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് എല്ലാം സെറ്റാക്കുന്നുണ്ട്. അതായത് ICUവിൽ അധികം തിരക്കില്ലാത്ത ടൈമിൽ നോക്കി എനിക്ക് എൻ്റെ ആൾക്ക് കയറാൻ പറ്റണം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി കുറച്ച് ടൈറ്റാണ്, പക്ഷേ ഞാൻ എല്ലാം ഓക്കെ ആക്കി തരാം, ഞാൻ പറയുമ്പോൾ ആളെ കയറ്റിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് ധാരണയാവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അതായത് തുളസിയാണ്. തുളസി ICUവിൽ കിടക്കുന്നുണ്ട്. അമ്മിണിയമ്മ കാവലിരിക്കുന്നുണ്ട്. എന്നാൽ അമ്മിണിയമ്മ എന്തൊക്കെയോ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നതിനിടയിൽ അതായത് ഈ വിഷ്ണു എന്ന കൊട്ടേഷൻ ഗുണ്ട അയക്കുന്ന തുളസിയെ ഇല്ലാതാക്കാൻ വേണ്ടി വരുന്ന ഗുണ്ടയെ അയാൾ കാണുന്നില്ല, അതായത് അമ്മിണിയമ്മ കാണുന്നില്ല. അയാൾ ഒരു അറ്റൻഡറിൻ്റെ വേഷത്തിൽ അങ്ങോട്ട് കടക്കുകയാണ് ICUവിലേക്ക്. എന്നിട്ട് തുളസിയെ കാണുമ്പോഴേക്കും മൂക്കിൽ ശ്വസിക്കാൻ വെച്ചിരിക്കുന്ന ട്യൂബൊക്കെ എടുത്ത് മാറ്റിയിട്ട് തലയണ എടുത്ത് വെച്ചിട്ട് മുഖത്ത് അമർത്തി കൊല്ലാൻ നോക്കുകയാണ്. വളരെയധികം മൽപ്പിടുത്തമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ തുളസി കുറച്ച് അധികം പ്രയത്നിച്ചിട്ട് പെട്ടെന്ന് തന്നെ വേണ്ടി യൂസ് ചെയ്തിരുന്ന ആ കമ്പി പെട്ടെന്ന് തന്നെ മറിച്ചിടുകയാണ്. അതിൻ്റെ ശബ്ദം കേട്ട് അമ്മിണിയമ്മ എഴുന്നേൽക്കുന്നുണ്ട്. അമ്മിണിയമ്മ ഓടി വരികയാണ്. അയ്യോ എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചയ്ക്ക് നിലവിളിക്കുകയാണ്. എന്നിട്ട് ആരാടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പൊരുതി നേരിടാൻ നോക്കുന്നുണ്ട്. എന്നാൽ അയാൾ അമ്മിണിയമ്മയെ തള്ളി മാറ്റിയിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അപ്പോഴേക്കും സെക്യൂരിറ്റി എല്ലാം ഓടി വരുമെങ്കിലും അയാളെ മനസ്സിലാവുന്നില്ല. അതായത് അറ്റൻഡർ വേഷത്തിലായതുകൊണ്ട് തന്നെ അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. കൃഷ്ണ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എല്ലാം ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം പറയാൻ വേഗം കയറുന്നു പറഞ്ഞ് അവിടെ നിന്ന് അവർ രണ്ടുപേരും കൂടി സ്ഥലം വിടുകയാണ്. ശേഷം DYSP രാജീവനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. വഴിയിൽ വെച്ചിട്ട് രാജീവൻ രാജ്യത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള സംഭാഷണമാണ് പിന്നീട് കാണിക്കുന്നത്. DSP പറയുകയാണ് ഞാൻ വിചാരിച്ചിരുന്നത് രാജീവനോട് എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരു നല്ലൊരു ആത്മാർത്ഥ സുഹൃത്തായിട്ടൊക്കെ ഞാൻ തന്നെ കരുതിയിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം തള്ളിയിട്ടാണ് ഇപ്പോൾ രാജ്യത്തിലേക്ക് പോകാൻ പോകുന്നത്. എനിക്ക് നടപ്പിലാക്കി തരാൻ സാധിക്കുകയില്ല, കാരണം ശാരികയ്ക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശാരികയുടെ നിന്നേ പറ്റുള്ളൂ എന്ന് താൻ എന്നോട് പറഞ്ഞിരുന്നതാണ്. അതായത് രാഗിയുടെ കൂടെ ഇപ്പോൾ തന്നെ താമസിക്കാൻ സാധിക്കില്ല, നിയമപരമായി നിങ്ങൾ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, ശാരികയാണ് തൻ്റെ ഭാര്യ, അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പരിരക്ഷ
രക്ഷയൊക്കെ ശാരികയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ തന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് താൻ കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്ത് ശാരികയോട് നിൽക്ക്, എന്നിട്ട് അതിനിടയിൽ കൂടി രാഖിയുമായിട്ടുള്ള ബന്ധം നമുക്ക് ഓക്കെ ആക്കാം, അതിനുള്ള എല്ലാം ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ താൻ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചാണ് ഇപ്പോൾ പോകുന്നത്. എനിക്ക് കൂടെ നിൽക്കാൻ സാധിക്കില്ല. എനിക്ക് പോലീസുകാരൻ്റെ നിയമങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. എനിക്കിപ്പോഴും പറയാനുള്ളത്, അതായത് താൻ കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്ത് ശാരികയുടെ ജീവിക്കുന്നതായിട്ട് ആക്ട് ചെയ്യേ പറ്റുകയുള്ളൂ. അല്ലാതെ രാഖിയുടെ അടുത്തേക്ക് പോയാൽ ഒന്നും നടക്കില്ല. കുറച്ച് സമയം എനിക്ക് വേണം, 1 മാസമെങ്കിലും സമയം എടുത്താൽ മാത്രമാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാജിന് അത് ഒട്ടും സമ്മതിക്കുന്നില്ല. ഞാനിതെല്ലാം സമ്മതിച്ചത് എൻ്റെ രാഖിക്കും മക്കൾക്കും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമില്ലാതെ ഞാൻ ശാരികയുടെ ഒപ്പം ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് യാതൊരു ഗുണവും കിട്ടുന്നില്ല. അതായത് എൻ്റെ രാഖിയെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ വരെ ശാരിക നോക്കി. ഇനി ഇതിൻ്റെ അപ്പുറം ക്ഷമിക്കാൻ എനിക്ക് പറ്റുകയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിന് തെളിവില്ലല്ലോ എന്ന് പറയുമ്പോൾ, തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് ശാരികയാണ് ചെയ്തത് എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങൾക്കായിരിക്കും തെളിവ് വേണ്ടത്, പോലീസിന്. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ശാരികയുടെ പോയില്ല, രാഖിക്കൊപ്പം ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ തീർത്ത് പറയുമ്പോൾ DYSP പറയുകയാണ്, എന്നാൽ എൻ്റെ ഒരു പരിഗണനയും തനിക്ക് ഇനി ലഭിക്കുകയില്ല, എനിക്ക് പോലീസായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടി വരും, നിങ്ങൾക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും, രാഖിയെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുകയാണ്. പേടിപ്പിക്കാൻ വേണ്ടിയാണ് DYSP ഇത് പറയുന്നതെങ്കിൽ രാജീവൻ കൂളായിട്ട് എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ സാറ് ചെയ്തോ, എനിക്ക് ഇനി ഇതിലപ്പുറം ഒന്നും പറയാനില്ല. രാഖിയെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള അറസ്റ്റ് വാറൻ്റൊക്കെ ആയിട്ട് സാറ് രാജീവത്തിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അമ്മിണിയമ്മയും തുളസിയുമാണ്. എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ, താൻ ചെയ്ത പാപങ്ങൾ കൊണ്ടായിരിക്കണം എൻ്റെ മോൾക്ക് ഇങ്ങനെ വന്നത്, അതല്ലാതെ ഒരു ഉറുമ്പിനെ പോലും നോക്കുന്നവളല്ല എൻ്റെ മകൾ. എൻ്റെ തെറ്റുകൾക്കാണെങ്കിൽ എന്നെ ശിക്ഷിച്ചാൽ പോരെ, എനിക്കിങ്ങനെ കടന്നാലും കുഴപ്പമില്ല, കൊതി തീരാത്ത എൻ്റെ മകളെ വെറുതെ വിട് ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്വയം പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നേഴ്സ് വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, എല്ലാം ശരിയാകും, പോലീസിനെ അറിയിച്ചിട്ട് ആരും വന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മണിയമ്മ പറയുന്നത്, ഞങ്ങളെ എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുകയാണ്, രാജ്യത്തിലുള്ളവരും പോലീസുകാരും എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഇനി ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുളസിയെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.